പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് ലീഫുകൾ വരച്ചെടുക്കണം. ഞാൻ ഇത്തവണ ബോട്ടിൽ ആർട്ടിന് വേണ്ടി പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് ലീഫ് വരച്ച് കൊടുത്ത് അതിനുശേഷം നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിൽ ഫുള്ള് കുറച്ച് ലീഫുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി വലിയ ലീഫ് വരച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സൈസിൽ നമുക്ക് ബാക്കി എല്ലാ ലീഫും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ഫുള്ള് നമുക്ക് ലീഫുകളെല്ലാം വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലീഫുകളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൂക്കളോടെ വരച്ചു കൊടുക്കണം. അപ്പോൾ പൂക്കൾ വരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ബഡ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ ഹൈഡ്രേഞ്ചിയ ഫ്ലവേഴ്സ് ആണ് ഇതിൽ വരച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു ബഡ്സിൻ്റെ പീസ് എടുക്കണം. അതിനുശേഷം നമുക്ക് പല കളർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ആദ്യം ഞാനിവിടെ റെഡ് കളറിലെ പൂവാണ് വരച്ചെടുക്കുന്നത്. ഒരു ബഡ്സ് എടുത്താൽ മതി. അത് വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എക്സസ് കളർ എടുക്കണ്ട, ചെറിയ രീതിയിൽ എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുക. വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പം നമുക്കിതുപോലെ ഒന്ന് ഡോട്ടിട്ടെടുക്കാം. ഒരുമാതിരി നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ വരച്ചു കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്ക് ഡോട്ടിട്ട് കൊടുക്കാം. ഞാൻ പൂക്കളുടെ വലിപ്പം ഇച്ചിരി കൂട്ടുവാണ്. കാരണം നല്ല വലിപ്പത്തിലിരുന്നാലേ ഉള്ളൊരു ഭംഗി കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ലീഫുകൾ വരച്ചു കൊടുക്കുന്നതായിരിക്കും ഭംഗിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വരച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഫുള്ള് റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡോട്ടൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വൈറ്റ് കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റെഡ് കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ആ പൂവിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളറും ഒന്ന് ചെയ്തെടുക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളർ അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കളേഴ്സ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് ബാക്കിയുള്ളവയും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് റെഡോ പിങ്കോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലീഫുകളെല്ലാം നന്നായിട്ടൊന്ന് വലുതാക്കി വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലീഫ് വരച്ചു കൊടുത്തത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം മാത്രം ലീഫ് വരച്ചു കൊടുത്താൽ മതി. ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം ലീഫ് വരയ്ക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതും ഭംഗിയുണ്ട്. ഇതുപോലെ ബോട്ടിൽ ഫുള്ള് നമുക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം, എന്നാലേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ടിനൊരു ഭംഗി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബോട്ടിൽ മാത്രമല്ല, നമുക്ക് ക്യാൻവാസ് പെയിന്റിംഗ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലകളൂടെ ഒന്ന് വലുതാക്കി പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ ഒരു സൈഡിലേക്ക് ഒരു വൈറ്റും ഗ്രീൻ കളറോടെ ഒന്ന് മിക്സ് ചെയ്തൊരു ഷെയ്ഡ് വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഷെയ്ഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നടുഭാഗത്തേക്കായിട്ട് ഇലയുടെ നടുഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കറക്റ്റ് ആ ഇലയുടെ ഒരു ഷേപ്പും രീതികളും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്കൊരു നാച്ചുറൽ ഇലയുടെ ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തെടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇല വരച്ചതിന് ശേഷം ഒരു സൈഡിൽ മാത്രം ഇതുപോലെ നമുക്ക് വൈറ്റ് കളറും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഫെല്ലാം നന്നായിട്ട് വരച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാർണിഷ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. വാർണിഷ് കൂടെയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഷൈനി ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്, കുഞ്ചൂസ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ് ആ പേജിൻ്റെയും പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.